കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ യേശു രാജാവിന് സ്തോത്രം അർപ്പിക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും നമ്മളെ വഴി നടത്തുന്ന ആത്മാവാണ്, നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ആത്മാവാണ്, നമ്മെ ശക്തീകരിക്കുന്ന ബലപ്പെടുത്തുന്ന ആത്മാവാണ്. തീർച്ചയായും ദൈവകൃപ കൊണ്ട് കർത്താവ് നിങ്ങൾക്ക് അഭിവൃദ്ധിയും സമൃദ്ധിയും നൽകി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശു വലിയവനാണ്. യേശുവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കൃപയും എന്നും നമുക്ക് കോട്ടയാണ്, സങ്കേതമാണ്. ദൈവം നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തലമുറകൾക്ക് ദൈവം പുതിയ വഴികൾ തുറക്കട്ടെ എന്ന് ഇന്ന് രാവിലെയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എഴുതിയിടുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്കെല്ലാം സ്തോത്രം ചെയ്യാൻ കർത്താവ് അവസരങ്ങൾ നൽകുന്നു. നിങ്ങൾക്ക് ദൈവം അത്ഭുതം ചെയ്യും. നിങ്ങളുടെ കണ്ണുനീര് കർത്താവ് തുടയ്ക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പ്രാർത്ഥന കേൾക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: പിതാവ് മഹത്വം എടുക്കേണ്ടതിന് പുത്രനിൽ കൂടെ സകലതും ചെയ്തു തരും. സകലതും ദൈവത്തിൻ്റെ പക്കൽ നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. ആ ഒരുക്കി വച്ചിരിക്കുന്ന നന്മ എങ്ങനെയാണ്, എത്രമാത്രമാണ് എന്ന് നമുക്കറിയണമെങ്കിൽ കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് എഴുതി വച്ചിട്ടുണ്ട്. പൗലോസ് എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ആർക്കും പിടികിട്ടാത്ത, ഇന്ന് വരെ പിടികിട്ടാത്ത, മനസ്സിൽ ചിന്തിച്ചാൽ പോലും ഒരു അന്തവും കാണാൻ പറ്റാത്ത നിലയിലുള്ള അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ട്. നാളെ നീ ആരാകും എന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. നിൻ്റെ തലമുറ ആരാകും ദൈവത്തിന് മാത്രമേ അറിയൂ. എനിക്കറിയത്തില്ല നാളെ ഞാൻ ആരായിത്തീരും, എൻ്റെ നിലവാരം എങ്ങനെയാകും, എൻ്റെ സാഹചര്യം എങ്ങനെയാകും, എൻ്റെ മിനിസ്ട്രി എങ്ങനെയാകും എന്നെനിക്കറിയത്തില്ല. എന്നാൽ എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നാളെ എൻ്റെ കുഞ്ഞുങ്ങൾ ആരായിത്തീരുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ഇന്ന് രാവിലെയും ചെയ്യും എന്ന പ്രതീക്ഷയോടുകൂടെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ ആത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങളാണ്. വാക്യം ഇങ്ങനെയാണ്. ഞാൻ വാക്യം വായിച്ച് കേൾപ്പിക്കാം. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലുള്ള സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഈടുറ്റ ഒരു പദം അവിടെ ഉറപ്പിക്കുകയാണ്. ആ പദം ഇങ്ങനെയാണ്: മുഴങ്കാലുകളൊക്കെയും മടങ്ങും. ആരുടെ മുഴങ്കാലുകളാണ് മടങ്ങുന്നത്? അവിടെ എഴുതിയിട്ടുണ്ട് യേശുവിൻ്റെ നാമത്തിൽ മുഴങ്കാലുകൾ മടങ്ങും. യേശുവിൻ്റെ നാമം പറയുമ്പോൾ മുഴങ്കാലുകൾ മടങ്ങും. ആരുടെയൊക്കെ? സ്വർലോകരുടെയും, അടുത്തത് ഭൂലോകരുടെയും, സ്വർഗത്തിലുള്ളവരുടെയും ഭൂമിയിലുള്ളവരുടെയും അധോലോകത്തിലുള്ളവരുടെയും മുഴങ്കാലുകൾ. അപ്പോൾ സ്വർഗത്തിലുള്ള ആളുകളുടെ മുഴങ്കാലുകൾ യേശുവിൻ്റെ നാമം പറയുമ്പോൾ മടങ്ങും. ഭൂമിയിൽ യേശുവിൻ്റെ നാമം പറയുമ്പോൾ മുഴങ്കാലുകൾ മടങ്ങും. അധോലോകത്തിൽ ഇരിക്കുന്നവരുടെ മുമ്പിൽ യേശുവിൻ്റെ നാമം പറഞ്ഞാൽ മുഴങ്കാലുകൾ മടങ്ങും. അപ്പം 3 മേഖലകളിലും മണ്ഡലങ്ങളിലും യേശുവിൻ്റെ നാമത്തിന് പവറുണ്ട്, യേശുവിൻ്റെ നാമത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് യേശുവിൻ്റെ നാമമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു റൂമിനകത്ത് ഒതുങ്ങുന്നതല്ല, 4 ചുവരിനകത്ത് ഒതുങ്ങുന്നതല്ല യേശുവിൻ്റെ നാമം. യേശുവിൻ്റെ നാമം വൃഥ എടുക്കരുത് എന്ന് വേദപുസ്തകത്തിലുണ്ട്. യേശുവിൻ്റെ നാമത്തെ വൃഥ എടുക്കുന്നവന് മരണശിക്ഷ വരെ സംഭവിക്കാം. കാരണം പവറുള്ളതാണ് യേശുവിൻ്റെ നാമം. യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ സൗഖ്യമാകുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, യേശുവിൻ്റെ നാമത്തിൽ പുതുവഴികൾ തുറക്കുന്നു,
യേശുവിൻ്റെ നാമം പറയുമ്പോൾ മരിച്ചവരെന്ത് ചെയ്യുന്നു? ഉയർക്കുന്നു. അപ്പം ആ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി എന്ന് മനസ്സിലാക്കിയേ. നിങ്ങളുടെ വീട്ടിൽ ഇന്ന് രാവിലെ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ പറയണം, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടും, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കിച്ചൺ അനുഗ്രഹിക്കപ്പെടും, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വാഹനം അനുഗ്രഹിക്കപ്പെടും, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കൊച്ചിൻ്റെ വിവാഹം നടക്കും, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഭർത്താവിന് ജോലി കിട്ടും, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശരീരത്തിലെ രോഗങ്ങൾ വിട്ടുമാറും, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കും. ഒന്ന് പറഞ്ഞു നോക്കിക്കേ. അത് പലവട്ടം നീ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. വേഗത്തിൽ റിസൾട്ട് വെളിപ്പെടുന്നത് കാണാനായിട്ട് ഇടയാകും. ഞങ്ങളുടെയൊക്കെ ശുശ്രൂഷയിൽ ദൈവം ഞങ്ങളെ അയക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ യേശുവിൻ്റെ നാമം ഉയർത്തും. യേശുവിൻ്റെ നാമത്തെ നോക്കി യേശുവിൻ്റെ നാമം പറഞ്ഞ് ഭൂതങ്ങളോട് കൽപ്പിക്കുമ്പോൾ, രോഗികളോട് കൽപ്പിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ശക്തമായി പറയാം, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ, നിങ്ങളുടെ വീട്ടിലാകാം, ഓഫീസിലാകാം, മറ്റേതെങ്കിലും ജോലി സ്ഥലങ്ങളിലാകാം, ഒരുപക്ഷെ നിങ്ങൾ വാഹനത്തിൽ പോകുമ്പോഴായിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത്. നൂറുകണക്കിന് ആളുകൾ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുന്നവരുണ്ട്. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകുവാനായിട്ട് 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, അവർ പോകുന്ന യാത്രയിൽ ഇത് വാഹനത്തിൽ ഈ മെസ്സേജ് രാവിലെ പ്ലേ ചെയ്ത് കേട്ടുകൊണ്ട് പോകുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഞങ്ങളെ വിളിക്കാറുണ്ട്, പാസ്റ്ററെ ഞങ്ങൾ ജോലിക്ക് പോകുമ്പോഴാണ് ഈ സന്ദേശം, ഗ്രേസ് ടിവിയുടെ പ്രഭാത സന്ദേശം കേൾക്കുന്നത്. ഒരു ദിവസം കിട്ടാതെ വരുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി വിഷമമാണ്, അതുകൊണ്ട് എല്ലാ ദിവസവും മെസ്സേജ് തരണേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന നൂറുകണക്കിന് ആളുകൾ നമുക്ക് പ്രേക്ഷകരായിട്ട് ലോകരാജ്യങ്ങളിലുണ്ട്. അപ്പം മലയാളികൾ ഉള്ളിടത്തൊക്കെ ഏത് രാജ്യത്ത് ചെന്നാലും പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് വീടുകൾ, ഓഫീസുകളൊക്കെ നമുക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ നിങ്ങൾ പോകുന്ന യാത്രയിൽ യേശുവിൻ്റെ നാമത്തിൽ പറയണം. ഇങ്ങനെ പറ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് എൻ്റെ ജോലിയിൽ ദൈവത്തിൻ്റെ മഹത്വം കാണും, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഭർത്താവ് തിരികെ വരും, ഡിവോഴ്സ് ഉണ്ടാകില്ല, എൻ്റെ ഭാര്യ തിരിച്ചു വരും, ഡിവോഴ്സ് ഉണ്ടാകില്ല, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും, അവർക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇന്ന് രാവിലെ ഇങ്ങനെയൊന്ന് പറഞ്ഞു നോക്കിക്കേ, കർത്താവെ ഞാൻ ഇന്ന് OET എഴുതാൻ പോവുക, ഞാൻ ഇന്ന് RN എഴുതാൻ പോവുക, ഞാൻ ഇന്ന് IELTS എഴുതാൻ പോവുക, ദൈവമേ യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് റിസൾട്ട് കിട്ടും, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ മറുപടിയുമായിട്ട് മടങ്ങി വരും. ഒന്ന് പറഞ്ഞു നോക്കിക്കേ. നിങ്ങളുടെ ജീവിതത്തിൽ അയ്യോ എൻ്റെ ദൈവമേ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ, ഞാൻ ജയിക്കുമോ, ഞാൻ പഠിക്കുമോ, എനിക്ക് പറ്റുമോ, എൻ്റെ കുഞ്ഞുങ്ങൾ നന്നാകുമോ എന്ന് പറഞ്ഞ് ആവലാതിയും വേവലാതിയും പറഞ്ഞ് നടക്കാതെ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുക, യേശുവിൻ്റെ നാമത്തിൽ ഞാനത് പ്രാപിച്ചിരിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഞാനത് അവകാശമാക്കിയിരിക്കുന്നു. പറ, നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കും പ്രിയരെ. യേശുവിൻ്റെ നാമത്തിൽ അത്ര പവറാണ്. കാരണം അതുകൊണ്ടാണ് ഇവിടെ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, യേശുവിൻ്റെ നാമം കേൾക്കുമ്പോൾ ഭൂലോകരുടെ മുഴങ്കാലുകൾ മടങ്ങും, അധോലോകരുടെ മുഴങ്കാലുകൾ മടങ്ങും, പിന്നെ ഏതാണ്, സ്വർലോകരുടെ മുഴങ്കാലുകൾ മടങ്ങും. അപ്പം 3 മണ്ഡലങ്ങളെ തിരിച്ച് മറിച്ചെടുക്കാൻ ശക്തിയുള്ളതാണ് യേശുവിൻ്റെ നാമം. ഭൂമിയിൽ മാത്രമല്ല, അധോലോകങ്ങളിൽ കിടക്കുന്നിടത്തും യേശുവിൻ്റെ നാമത്തിന് ശക്തിയുണ്ട്. ഭൂമിയിൽ മാത്രമല്ല, സ്വർലോകങ്ങളിലും ദൈവശക്തിയുണ്ട്. അപ്പം ഈ ശക്തി നിങ്ങളുടെ നാവിലെടുക്കുമ്പോൾ വൃഥാ എടുക്കരുത്, കളിയാക്കാൻ വേണ്ടി എടുക്കരുത്. ചില ആളുകൾ യേശുവിൻ്റെ നാമം കളിയാക്കുന്ന കണ്ടിട്ടുണ്ട്, യേശുവിൻ്റെ നാമം പറഞ്ഞ് കളിയാക്കുന്നു. നിങ്ങൾ ഒരിക്കലും യേശുവിൻ്റെ നാമം പറഞ്ഞ് എന്ത് ചെയ്യരുത്, കളിയാക്കരുത്. കോമഡി കാണിക്കാനുള്ളതല്ല യേശുവിൻ്റെ നാമം, കഥ പറയാനുള്ളതല്ല യേശുവിൻ്റെ നാമം, കളിയാക്കാനുള്ളതല്ല യേശുവിൻ്റെ നാമം. യേശുവിൻ്റെ നാമത്തെ കളിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം. യേശുവിൻ്റെ നാമത്തെ പറയുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് 100 വട്ടം ചിന്തിച്ചിട്ട് എന്ത് ചെയ്യാവും, യേശുവിൻ്റെ നാമം പറയാം. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും, യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കും. അതുകൊണ്ട് ഒരിക്കലും യേശുവിൻ്റെ നാമം എന്ത് ചെയ്യരുത്, വൃഥാ എടുക്കരുത്. ഞാൻ ഒരിക്കൽ എൻ്റെ ചർച്ചിൽ ഒത്തിരി പാസ്റ്റർമാരൊക്കെ വരുന്നതല്ലേ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഒത്തിരി പേര് വരും, കൃപാവരങ്ങൾ ഉള്ളവരൊക്കെ വരും. അവരൊക്കെ വരുമ്പോൾ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ പറയും, യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ, രോഗി സൗഖ്യമാക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഭൂതം മാറട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശുശ്രൂഷിക്കുന്ന കാണുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഇളയിറക്കൻ കളിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ, യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൊച്ചു കുഞ്ഞാണെങ്കിൽ ഞാൻ അവനെ വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ അത് മാത്രം നീ പറയല്ലോ, ബാക്കി കാര്യങ്ങളൊക്കെ നീ പറഞ്ഞു, പക്ഷേ യേശുപ്പച്ചയുടെ നാമം പറഞ്ഞ് വൃദ്ധ എന്ത് ചെയ്യരുത്, എടുക്കരുത്. കുഞ്ഞുങ്ങൾക്ക് അത് അറിയത്തില്ല. അപ്പോൾ തന്നെ മുതിർന്നവരും ആ പണി കാണിക്കുന്നവരെ നമുക്ക് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് യേശുവിൻ്റെ നാമം
മൂന്ന് സ്ഥലങ്ങളെ ഇളക്കി മറിക്കാൻ ശക്തിയുള്ളതാണ്, അഖിലാണ്ടങ്ങളെ ഇളക്കാനുള്ളതാണ് യേശുവിൻ്റെ നാമം. അതുകൊണ്ട് സകല മുഴങ്കാലുകളും മടങ്ങുന്ന നാമമാണ് യേശുവിൻ്റെ നാമമെന്ന് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എന്ത് ചെയ്യുക, പറയുകയാണ്. ഈ മുഴങ്കാല് മടക്കുക എന്ന് പറയുന്നത് അനുസരണത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഒരു സൂചനയാണ്. അനുസരിക്കുക, സമർപ്പിക്കുക, അതാണ് ഒരു സൂചന. അതിർത്തി നിൽക്കുന്ന ഒരു പട്ടാളക്കാരൻ്റെ കയ്യിൽ ഒരു തീവ്രവാദിയെ കിട്ടിക്കഴിഞ്ഞാൽ അവനെ വേഗത്തിൽ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു കസാര, രാജകീയമായ ഒരു കസാര കൊണ്ട് ഇട്ടിട്ട് അവിടെ ഇരിക്കെന്ന് പറയത്തില്ല. പറയുമോ? ഒരിക്കലുമില്ല. അതിർത്തിയിൽ നിൽക്കുന്ന ഒരു പട്ടാളക്കാരൻ, ഇന്ത്യൻ അതിർത്തിയിൽ നിൽക്കുന്ന ഒരു പട്ടാളക്കാരൻ പാകിസ്ഥാനിക്കാരൻ ഒരുത്തിനെ കൈ കിട്ടിയാൽ അവനെ എടുത്തുകൊണ്ട് വന്നിട്ട് അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു കസാര ഇട്ടിട്ട് നീ സാറേ ഇവിടെ ഇരിക്കുക എന്ന് പറയുമോ? ഇല്ല. അവിടെ ചെയ്യുന്ന അറിയാമോ? അവൻ്റെ കൈകാലിൽ ബന്ധിച്ച് മുട്ടയിൽ നിർത്തും. മുട്ടയിൽ അങ്ങ് നിൽക്കും. ആ മുട്ടയിൽ നിന്നിട്ടാണ് പണിഷ്മെൻറ്റ് കൊടുക്കുന്നത്, കൊല്ലുകയോ ജീവനോടെ വയ്ക്കുകയോ ചെയ്യുന്നത്. അപ്പം സമർപ്പിക്കുക, ആ ഗണ്ണിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. നോക്കുക, അധികാരത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. അപ്പോൾ തന്നെ അനുസരിക്കുക. രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് അനുസരിക്കുക, ഒന്ന് സമർപ്പിക്കുക. വേദപുസ്തകത്തിൽ ധാരാളം വാക്യങ്ങളുണ്ട് പ്രിയരെ. മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന, മുട്ടയിലിരുന്ന് കരഞ്ഞ ഒത്തിരി പേരെ നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിലും മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ച് വിടുതൽ കണ്ട ദൈവമക്കളെ നമുക്ക് കാണാൻ കഴിയുക. ഈ ആദ്യകാല വിശ്വാസികൾ മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു കേട്ടോ. ആദ്യകാല വിശ്വാസികൾ, എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ എൻ്റെ കൊച്ചു പ്രായത്തിലൊക്കെ ഞങ്ങളുടെ ചർച്ചിൽ പ്രാർത്ഥനയ്ക്ക് ആൾക്കാർ ആരാധനയ്ക്ക് വരുമ്പോൾ മുട്ടയിലിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. നിലത്തിട്ടിട്ട് മുട്ടയിരുന്ന് എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. ഇപ്പോൾ നമുക്ക് മുട്ടയിരിക്കാനൊന്നും പറ്റത്തില്ല. നമുക്കിപ്പോൾ കാലുവേദന, അതുപോലെ തന്നെ മസിൽ പിടുത്തം, ഞരമ്പുകൾ പിടച്ചുള്ള വേദനയൊക്കെ വരും. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും കസേരയിലാണ് എന്ത് ചെയ്യുന്നത്, ഇരിക്കുന്നത്. മറ്റേതെങ്കിലും കാരണങ്ങൾ ചെയ്യാൻ ആ കാലുകൾക്ക് നമുക്ക് കുഴപ്പമില്ല എന്നും കൂടെ ഞാനങ്ങ് പറഞ്ഞു വിടുകയാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന, മുട്ടയിൽ നടന്നു പ്രാർത്ഥിക്കുന്ന, മുട്ടയിൽ ഇഴഞ്ഞു പ്രാർത്ഥിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? അവിടെ മുട്ടയിൽ ഇഴഞ്ഞു നടന്ന് പ്രാർത്ഥിച്ചിട്ടും മുട്ടയിൽ നടന്നു പ്രാർത്ഥിച്ചിട്ടും മുട്ടയിൽ നിന്നു പ്രാർത്ഥിച്ചിട്ടും വിടുതൽ കിട്ടാതെ വന്നപ്പോഴാണ് ദൈവസന്നിധിയിൽ വന്ന് എന്ത് ചെയ്യുന്നത്, മുട്ടയിലിരുന്ന് വിടുതൽ പ്രാപിക്കുന്നത്. പക്ഷേ ഇവിടെ മുട്ടയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു കഴിയുമ്പോൾ പിന്നെ മുട്ടയിൽ എന്ത് ചെയ്യത്തില്ല, ഇരിക്കത്തില്ല. നമുക്ക് പിന്നെ മടിയാണ്, നമുക്ക് പിന്നെ ക്ഷീണമാണ്. ഞാൻ ഉൾപ്പെടെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു ചെയർ ഇട്ടിട്ട് ആ ചെയറിലാണ് ഇരുന്ന്. ഇപ്പോൾ എല്ലാ ചർച്ചകളിലും അങ്ങനെയാണ്, ചെയറിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഇപ്പം മുട്ടലിരിക്കുന്നത് വിരളമാണ്. എന്നാൽ ആദ്യകാല സഭകൾ അങ്ങനെയല്ലായിരുന്നു. അവർ കട്ടിലേലോ അല്ലെങ്കിൽ കസേരയിലോ സോഫയിലോ ഒന്നും ഇരുന്നല്ല അവർ ആദ്യകാലങ്ങളിൽ പ്രാർത്ഥിച്ച്. അവർക്ക് കിട്ടുന്ന സ്ഥലത്ത് അവർ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ആദ്യകാല സമയങ്ങളിൽ പ്രാർത്ഥിച്ച ഒരു സഭയാണ് ഇവിടെ വിശ്വാസികളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. സേരിൽ വന്നപ്പോൾ, പൗലോസ് അപ്പോസ്തലൻ സേരിൽ വന്നപ്പോൾ യെരുശലേമിലേക്ക് പോകലെന്ന ആത്മാവ് അവരെ എന്ത് ചെയ്തു, വിലക്കി. അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായം 5-6 വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം കേട്ടോ. ആദിമസഭ മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ചവിടെ കാണുന്നുണ്ട്. സേരിൽ വന്നപ്പോൾ, സേരിൽ കപ്പലിറങ്ങിയപ്പോൾ അവിടെ ശിഷ്യന്മാരെ പൗലോസ് അപ്പോസ്തലൻ കണ്ടുമുട്ടിയപ്പോൾ അവരുടെ കൂടെ ചെന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് പറഞ്ഞ് യെരുശലേമിലേക്ക് ഇപ്പോൾ എന്ത് ചെയ്യരുത്, പോകരുത്. അതുകൊണ്ട് പൗലോസ് യെരുശലേമിൽ പോകാതെ സേരിലുള്ള വിശ്വാസികളുടെ കൂടെ കുറേ കാലം അവിടെ എന്ത് ചെയ്തു, പാർത്തു. ആ ഭാഗം എടുത്ത് വായിക്കണം കേട്ടോ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിടുകയാണ്. പക്ഷേ ഞാൻ ദൂത് പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. അവിടെ പൗലോസ് കുറേ കാലം പാർത്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നീട് പോകാൻ നേരത്ത് എന്ത് ചെയ്തറിയാം, അവിടെയുള്ള വിശ്വാസികൾ പൗലോസിനെ കപ്പലോളം യാത്രയാക്കി. വിശ്വാസികൾ എല്ലാവരുടെ കൂടി എന്ത് ചെയ്തു, ഉപദേശിയെ യാത്ര അയക്കാൻ വേണ്ടി കപ്പലോളം അടുത്ത് ചെന്നു. അവിടെ ചെന്ന് കപ്പലിൽ കയറുന്നതിന് മുമ്പ് ആ ഭാഗത്ത് ഇങ്ങനെ കാണുന്നത്, അവിടെയുള്ള വിശ്വാസികളെല്ലാം കൂടി ആ കപ്പലിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ആ തുറമുഖത്ത് മുട്ടുകുത്തി എന്ത് ചെയ്തു, പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ച്? മുട്ടുകുത്തി, നിന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ചെന്നല്ല, മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പൗലോസ് അപ്പോസ്തലനെ യാത്ര അയക്കാൻ വേണ്ടി വിശ്വാസികൾ ചെല്ലുമ്പോൾ ആദ്യകാല വിശ്വാസികൾ പ്രാർത്ഥിച്ചത് ആലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല, പുൾപിറ്റിൽ കയറി പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല. അവിടെ കപ്പൽ തീരത്ത് ചെന്നിട്ട് അവിടെ മുട്ടുകുത്തി എന്ത് ചെയ്തു, പ്രാർത്ഥിച്ചു. കാരണം എവിടെയും നമുക്ക് പ്രാർത്ഥിക്കാം, എങ്ങനെയും പ്രാർത്ഥിക്കാം. കാരണം അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത്, നിങ്ങൾ 2 പേർ ഐക്യമത്യപ്പെട്ട് യാചിച്ചാൽ അവിടെ ദൈവസാന്നിധ്യമുണ്ട്. 2 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ ഞാനുണ്ട്.
അപ്പോൾ കടൽ തീരത്താണെങ്കിലും കപ്പൽ കിടക്കുന്ന സ്ഥലത്താണെങ്കിലും വഴിയോരങ്ങളിലാണെങ്കിലും വൃക്ഷത്തണലുകളിലാണെങ്കിലും എന്ത് ചെയ്യുക, അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട്. ഒരിക്കൽ ഞാൻ ഡൽഹിയിൽ കടന്നുപോയി മിനിസ്ട്രി ചെയ്യുന്ന സമയത്ത് അവിടെ ചെന്നപ്പോൾ അവിടെയുള്ളൊരു ദേവദാസൻ പറഞ്ഞു, ഇന്ന് നമുക്ക് ഗാവിൽ പോയി എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഗാവിൽ പോയി. അവിടെ കുറേ പേര് രക്ഷിക്കപ്പെട്ട കർത്താവിനെ സ്നേഹിക്കുന്ന കുറേ പേര് അവിടെ ഉണ്ട് എന്ന് പറയണയായി. അങ്ങനെ ഞങ്ങൾ വാഹനത്തിൽ കയറി ഗാവിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ഏതെങ്കിലും വീടുകളായിരിക്കും, ഞാൻ പ്രതീക്ഷിച്ചത് ഏതെങ്കിലും ആലയമായിരിക്കും പ്രാർത്ഥന നടക്കുന്നത്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ കണ്ടത് ഒരു വീടിൻ്റെ മുമ്പിൽ വിശാലമായ സ്ഥലം കിടക്കുന്നു. അവിടെ വലിയ പോത്തും എരുമയും അപ്പുറത്ത് മാറിയ ആടും ഒക്കെ കിടക്കുന്നു. അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ പുളിമരം പോലെയുള്ള മരങ്ങൾ നിൽക്കുന്നു. ആ മരത്തിൻ്റെ മൂട്ടി ഒരു കസേരയിട്ട് എനിക്കും ആ ദൈവദാസനും കൂടെ തന്നു. നോക്കുമ്പോൾ ഞങ്ങൾ രണ്ടും അദ്ദേഹം ആ കസേരയിലിരിക്കുക, മരത്തിൻ്റെ മൂട്ടി, ഞാനും അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് എല്ലാം ആൾ വന്നു. ഏതാണ്ട് 100ഓളം ആളുകൾ ആ സായാഹ്നത്തിൽ ആ മരത്തിൻ്റെ കീഴിൽ വന്നിരുന്ന് പാട്ടുപാടി, ഹിന്ദിയിൽ പാട്ടുപാടി അവരുടെ കൊട്ടൊക്കെ കൂട്ടി ആരാധിച്ച് എന്നോട് പറഞ്ഞു മെസ്സേജ് കൊടുക്കാൻ. ഞാൻ മെസ്സേജൊക്കെ കൊടുത്തു. ആ ദൈവദാസൻ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ആ ഗാവിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു, സ്ഥലത്തേക്ക്, ആ ഡൽഹി ഞങ്ങൾ താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് തിരികെ വന്നു. നോക്കൂ പ്രിയരെ, എത്ര സന്തോഷമായിരുന്നു ആ മീറ്റിംഗ് എന്നറിയാമോ? ഇവിടെ 4 ചുവരിനകത്ത് കിട്ടുന്ന സന്തോഷത്തെക്കാളും അധികമായ സന്തോഷമായിരുന്നു അവിടെ. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സംഭവമായിരുന്നു. ആ വെളും പ്രദേശങ്ങളിൽ ഇരുന്ന് ആരാധിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പശുക്കളൊക്കെ കിടന്ന് അലറുകയും അപ്പുറത്ത് ആളുകളൊക്കെ പോവുകയും ചെയ്യുമ്പോൾ ഒന്നും അറിയാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു 100ഓളം ആളുകളെ ആ മരത്തിൻ്റെ തണലിൽ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. മുട്ടുമടക്കി അവർ പ്രാർത്ഥിക്കുക, സ്തോത്രം. മുട്ടുമടക്കി സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ ആ മരത്തിൻ്റെ ചവിട്ടിൽ കസേരയിട്ടൊന്നുമല്ല, വെറുതെ ഒരു പ്ലാസ്റ്റിക് പോണക്ക് തടിച്ച തുണി പോലെയുള്ള ആ സാധനങ്ങളൊക്കെ വിരിച്ചിട്ട് അവിടെയായിരുന്നു പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രമേ ഉള്ളായിരുന്നു കസേര. വേറെ അവിടെ വന്ന 100ഓളം ആളുകളും പ്രായമുള്ള 90 വയസ്സുള്ള അപ്പച്ചന് വരെ താഴെയായിരിക്കുന്ന കണ്ടേ. നോക്കിക്കേ, അവിടെയും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട്. അപ്പോൾ എവിടെയും ദൈവത്തിൻ്റെ സന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ ദൈവം അവിടെ പ്രവർത്തിക്കും. ഇവിടെ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുകയാണ്, 21 അധ്യായം 5-6 വാക്യങ്ങളിൽ കാണുകയാണ്. കപ്പലോളം പൗലോസിനെ യാത്രയാക്കി കപ്പൽ തീരത്ത് വന്നപ്പോൾ യാത്രയാകാൻ കപ്പലിലേക്ക് കയറുന്നതിന് മുമ്പ് വിശ്വാസികൾ എന്ത് ചെയ്യുന്നു, പൗലോസിന് വേണ്ടി അവിടെ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. എന്നിട്ട് അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയെന്ന് അവിടെ കാണുന്നത്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് മുട്ടുമടക്കി എന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ, നിങ്ങളുടെ വീടിനകത്ത്, നിങ്ങളുടെ ബെഡ്റൂമിനകത്ത് നിങ്ങൾ മുട്ടുമടക്കി എന്ന് പ്രാർത്ഥിച്ച്, മുട്ടയിൽ നിന്ന് കൈ ഉയർത്തി കർത്താവേ എന്ന് പറഞ്ഞെന്ന് പ്രാർത്ഥിച്ച് ഒരത്ഭുതം നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുന്ന കാണാൻ കഴിയും. ഞാൻ ഇന്ന് രാവിലെ ആത്മാവിന് കാര്യം പറയാം. നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവരാണെങ്കിൽ നിങ്ങളെ മനുഷ്യൻ്റെ മുമ്പിൽ ദൈവം മുട്ടുകുത്തിക്കില്ല. ദൈവത്തിൻ്റെ സന്നിധി നിങ്ങൾ കരയുന്നവരാണെങ്കിൽ നിങ്ങളെ മനുഷ്യൻ്റെ മുമ്പിൽ കരയാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധി മുട്ടുകുത്താൻ മടിക്കരുത്. ദൈവം നിങ്ങളെ മനുഷ്യരുടെ മുമ്പിൽ ഉയർത്തും, മനുഷ്യരുടെ മുമ്പിൽ നിങ്ങളെ മാനിക്കും. നിങ്ങളെ തകർക്കാൻ നോക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ദൈവം ഉയർച്ച തരും. അതുകൊണ്ട് ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ, കുഞ്ഞുങ്ങൾ സ്കൂളിൽ കോളേജിൽ കടന്നു പോകുമ്പോൾ അടുത്തിരിക്കുന്ന റിമോട്ട്, ടിവിയുടെ റിമോട്ട് എടുത്തിട്ട് സീരിയലിനകത്ത് കണ്ണീരും കിനാവും കണ്ടുകൊണ്ടിരിക്കാതെ ദൈവസന്നിധിയിൽ നിന്റെ ബെഡ്റൂമിനകത്ത് താഴെ പായിട്ട് ഒന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. നിന്റെ ലിവിംഗ് റൂമിനകത്ത് മുട്ടുമടക്കി ഒന്ന് പ്രാർത്ഥിക്ക്. ആ സോഫയോട് ചേർന്ന സെറ്റിയോട് ചേർന്ന് ഇരുന്ന് നിങ്ങൾ മുട്ടുമടക്കി ദൈവസന്നിധി കരഞ്ഞു നോക്കിക്കേ. നിങ്ങളുടെ ഭർത്താവ് ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ സന്തോഷത്തോടെ വരും. നിന്റെ കുഞ്ഞുങ്ങൾക്ക് കോളേജിലും സ്കൂളിലും പഠിക്കാൻ ദൈവയുടെ കൃപ കൊടുക്കും. കാരണം കരയുന്നൊരമ്മ വീട്ടിലിരിപ്പുണ്ടതുകൊണ്ടാണ്. കരയുന്ന അമ്മയുള്ള വീടിനായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പ്രിയ സ്നേഹിത, എൻ്റെ പ്രിയ സഹോദരി സഹോദര, നിനക്ക് കരയുന്നൊരമ്മയുണ്ടോ? എപ്പോഴും വഴക്കുണ്ടാക്കുന്ന മുഷയുടെ സ്വഭാവം കാണിക്കുന്ന അമ്മയാണോ ഉള്ളത്? അതോ കരയുന്നൊരമ്മയുണ്ടോ? നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, നിനക്ക് വേണ്ടി ആത്മാവിൽ ജാഗരിക്കുന്ന, നിലവിളിക്കുന്ന ഒരു അമ്മയുണ്ടോ? നീയാ ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ. നീയാണ് ഏറ്റവും വലിയ ഭാഗ്യവതി. കാരണം അമ്മമാരുടെ കണ്ണുനീര് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര വിടുതലാണ്. അമ്മമാർ നിലവിളിച്ചാൽ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അനേക കുടുംബങ്ങളെ എനിക്കറിയാം. അവർക്ക് പണമില്ല, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നിർവാഹമില്ല, നല്ല ജോലിയില്ല, പക്ഷേ കരയുന്നൊരു അമ്മ ആ വീട്ടിലുണ്ട്, പ്രാർത്ഥിക്കുന്നൊരു അപ്പൻ ആ വീട്ടിലുണ്ട്, മുട്ടുമടക്കുന്ന മാതാപിതാക്കൾ ഉള്ളത് കൊണ്ട് ആ കുഞ്ഞുങ്ങൾ പഠിച്ച് ഉയർന്നു വരികയാ. ഹല്ലേലൂയ. ദൈവസന്നിധി ഞാൻ വിളിച്ചു പറയാം, നിങ്ങളുടെ ജോലി കഷ്ടപ്പാടായിരിക്കുക. ഒരുപക്ഷെ നിങ്ങൾ ഒത്തിരി വേദനയിൽ കൊണ്ടായിരിക്കും കടന്നു പോകുന്നത്. നിങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരായിരിക്കുക.
നിങ്ങൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം, ആയുധം കൊണ്ട് പണിയുന്ന വ്യക്തിയായിരിക്കാം, തടിയിൽ പണിയുന്ന വ്യക്തിയായിരിക്കാം, എൻജിനുകൾ ഉപയോഗിച്ച് പണിയുന്ന വ്യക്തിയായിരിക്കാം, വാളുകൊണ്ട് പണിയുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് നിങ്ങൾക്കൊരു വീട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ കർത്താവും കൂടെ നിങ്ങളുടെ കൂടെ നിന്നാലോ, കർത്താവിൻ്റെ സന്നിധി നിങ്ങൾ മുട്ടുകുത്തിയാലോ, നിങ്ങളുടെ ആ തുച്ഛമായ നന്മ കൊണ്ട് നിങ്ങൾക്ക് അഭിവൃദ്ധി തരാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ടല്ലേ യേശു അപ്പാടെ അടുക്കൽ 5 അപ്പവും 2 മീനും കൊണ്ടുവന്നപ്പോൾ 5000-ലധികം പുരുഷാരത്തിന് കൊടുക്കാൻ ദൈവത്തിന് കഴിഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ നിൻ്റെ പേഴ്സിരിക്കുന്ന 100 രൂപ മതി നിൻ്റെ കൊച്ചിനെ MBBS പഠിപ്പിക്കാൻ. നിൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന 1000 രൂപയുണ്ടല്ലോ, അക്കൗണ്ട് കട്ടായി പോകാതിരിക്കാൻ ഇട്ടിരിക്കുന്ന 1000 രൂപ, ആ 1000 രൂപ മതി നിൻ്റെ കൊച്ചിനെ BSc നഴ്സിംഗ് പഠിപ്പിക്കാൻ. കാരണം എൻ്റെ ദൈവം പൊലിപ്പിക്കുന്നവനാണ്, എൻ്റെ ദൈവം വർദ്ധിപ്പിക്കുന്നവനാണ്. മുട്ടുമടക്കി എന്ന് പ്രാർത്ഥിച്ചാൽ മതി, മുട്ടുമടക്കി കരഞ്ഞാൽ മതി. അവരെയും വിളിച്ച് ഇവരെയും വിളിച്ച് എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറയണ്ട. കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവസന്നിധിയിൽ ഒന്ന് കരഞ്ഞു നോക്കിക്കേ, അത്ഭുതം നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കാൻ പോകുകയാ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജോലിയിൽ അത് സംഭവിക്കാൻ പോകുകയാ. മാസങ്ങളായി വർഷങ്ങളായി നിന്റെ കൊച്ചിനൊരു ജോലിയില്ലാതെ വീടിനകത്തിരിക്കുകയാണോ? നിന്റെ കുഞ്ഞുങ്ങൾക്ക് പ്രായം കഴിഞ്ഞിട്ടും 40 ആയിട്ടും കല്യാണം നടക്കുന്നില്ലേ? മുട്ടുമടക്കി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ഉള്ള ബ്രോക്കർമാരുടെ ഏജൻസിയുടെയും പുറകെ നടക്കാതെ അവർ നിന്റെ പൈസ കൊണ്ടുപോയി നിന്നെ നശിപ്പിക്കുകയല്ലേ, നിന്നെ ഇല്ലായ്മ ചെയ്യുകയല്ലേ? അവർ പറയുമ്പോൾ ഗൂഗിൾ പേ ആയി ഫോൺ പേ ആയി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ ഏജൻസിക്കും അതുകൊണ്ടൊക്കെ ബ്രോക്കർമാർക്കും. പകരം നീ ദൈവസന്നിധി മുട്ടുകുത്തിയിട്ടുണ്ടോ? ദൈവസന്നിധി ഇന്ന് ചോദിച്ചിട്ടുണ്ടോ, കർത്താവ് എന്തുകൊണ്ട് എൻ്റെ കൊച്ചിൻ്റെ വിവാഹം നടക്കാത്തെ, എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ജോലി കിട്ടാത്ത ചോദിച്ചിട്ടുണ്ടോ? കുടുംബമായി അപ്പനും അമ്മയും കൂടെ കൊത്തിയിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവ് എൻ്റെ മോനൊരു ജോലി വേണം, എൻ്റെ മരുമക്കൊരു ജോലി വേണം, എൻ്റെ മോക്കൊരു ജോലി വേണം, എൻ്റെ മരുമകനൊരു ജോലി വേണം. പ്രാർത്ഥിക്കുന്നൊരു അപ്പനും അമ്മയും നിൻ്റെ വീട്ടിലുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ കൊച്ചിൻ്റെ വിവാഹം നടക്കണം, പ്രാർത്ഥിക്കുന്നൊരപ്പൻ കൈ കോർത്ത് പിടിച്ച് മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഒരാൾ നിൻ്റെ വീട്ടിലുണ്ടോ? അങ്ങനെയെങ്കിൽ നിൻ്റെ വീട്ടിൽ അത്ഭുതം സംഭവിക്കും, അത്ഭുതം സംഭവിക്കും. ദൈവിക പദ്ധതി വെളിപ്പെടും. അതുകൊണ്ട് പൗലോസിനെ കപ്പലോളം യാത്രയാക്കാൻ വേണ്ടി പോയ ശിഷ്യന്മാർ, ആ വിശ്വാസികൾ ശിഷ്യന്മാരെല്ലാം എന്ത് ചെയ്തു? കപ്പൽ തുറമുഖത്ത് അവർ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ ഒരു കാര്യം കാണുന്നുണ്ട്. ദാനിയേൽ എന്ന് പറയുന്നൊരു മനുഷ്യൻ, ദാനിയേൽ പ്രവാചന പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം നിങ്ങൾ വായിക്കണം. ദാനിയേൽ 6:10 ആ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദാനിയേൽ ദൈവസന്നിധിയിൽ 3 വട്ടം പ്രാർത്ഥിച്ചു. യെരൂശലേമിന്റെ നേരെയുള്ള കിളിവാതിൽ തുറന്നിട്ട് മുട്ടിൽ നിന്നുകൊണ്ട് ദാനിയേൽ പ്രാർത്ഥിച്ചു. എന്താ ദാനിയേൽ പ്രാർത്ഥിച്ചത് കല്യാണം കഴിക്കാനും വസ്തു വാങ്ങാനും കാറ് വാങ്ങാനും അല്ല. പ്രാർത്ഥിച്ചത്, ദൈവമേ പണ്ടത്തെ പോലൊരു കാലം എനിക്ക് തരണം, നഷ്ടപ്പെട്ടു പോയ യെരൂശലേമിലെ ആരാധന മടക്കി തരണം. പണ്ട് ആലയം ഞങ്ങൾക്കുണ്ടായിരുന്നു, പണ്ട് യാഗപീഠമുണ്ടായിരുന്നു, യാഗമുണ്ടായിരുന്നു, പണ്ട് ഞങ്ങൾക്കൊരു ക്രിസ്തീയ സന്തോഷമുണ്ടായിരുന്നു. ഇന്നത് നഷ്ടപ്പെട്ടു. ആലയം ഇടിഞ്ഞു കിടക്കുന്നു, മതിൽ ചുട്ടുകിടക്കുന്നു, ഇത് ഞങ്ങൾക്ക് മടക്കി കിട്ടണം. ദാനിയേൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. എപ്പോൾ? 3 നേരം പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? യെരൂശലേമിൻ്റെ കിളിവാതിൽ തുറന്നിട്ടുകൊണ്ട് ബാബിലോണിൽ ഇരുന്നു കൊണ്ട് ദാനിയേൽ പ്രാർത്ഥിച്ചു. പക്ഷെ കാലം കഴിഞ്ഞപ്പോൾ ദൈവം ഒരു കോരശനെ എഴുന്നേൽപ്പിച്ചു. ദാനിയേൽ വർഷങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവം ഒരു കോരശനെ എഴുന്നേൽപ്പിച്ചു. ചില വിഷയത്തിന് നീ വർഷങ്ങൾ പ്രാർത്ഥിക്കേണ്ടി വരും കേട്ടോ, ഭാരപ്പെടേണ്ട. ചില വിഷയത്തിന് നീ 7 മാസം പ്രാർത്ഥിക്കേണ്ടി വരും, ഭാരപ്പെടേണ്ട. ചില വിഷയത്തിന് നീ 2 വർഷം പ്രാർത്ഥിക്കേണ്ടി വരും, ഭാരപ്പെടേണ്ട. ചില വിഷയത്തിന് ചിലപ്പോൾ 1 നേരം പോലും കുത്തിയിരുന്ന് പ്രാർത്ഥിക്കേണ്ടി വരത്തില്ല, പെട്ടെന്നായിരിക്കും വിടുതൽ. ഇതെല്ലാം ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ്. എന്നാൽ ദാനിയേലും വർഷങ്ങൾ പ്രാർത്ഥിച്ചു, മടുത്തുപോകാതെ മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു. കാലം കഴിഞ്ഞപ്പോൾ ദൈവം കോരശിനെ എഴുന്നേൽപ്പിച്ചു. കോരശ് മുഖാന്തരം നെഹമ്യാവിനെയും എസ്രായെയും സെക്കറിയാവിനെയും ഒക്കെ ദൈവം എഴുന്നേൽപ്പിച്ചു. ആലയത്തിൻ്റെ പണി പുനരാരംഭിച്ചു. സന്മലത്തും തോബിയാവും പ്രതിസന്ധിയായി ഉണ്ടായിരുന്നു. പക്ഷെ ദാനിയേലിൻ്റെ പ്രാർത്ഥന സ്വർഗത്തിൽ കിടപ്പുണ്ടായിരുന്നു. ഇന്നലെ കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, ഇന്നില്ലെങ്കിലും അന്നത്തെ കണ്ണുനീര് സ്വർഗത്തിൽ കിടപ്പുണ്ടമ്മേ. ഇന്നലകളിൽ പ്രാർത്ഥിച്ചില്ലേ, ആ പ്രാർത്ഥന ഇന്ന് നിനക്കില്ലെങ്കിലും അന്നത്തെ പ്രാർത്ഥന സ്വർഗത്തിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് ഇന്ന് ദൈവം നിനക്ക് മറുപടി തരും. ഇന്ന് വേണ്ടത് ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നില്ലായിരിക്കും. ഇന്ന് എല്ലാ സുഖ സൗകര്യങ്ങളും ദൈവം നിനക്ക് തന്നിട്ടുണ്ടാകും. നമുക്ക് സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറില്ല? പ്രാർത്ഥിക്കാറില്ല. കടം കയറുമ്പോൾ പ്രാർത്ഥിക്കും, ജോലി ഇല്ലാതെ വരുമ്പോൾ പ്രാർത്ഥിക്കും, കാലേ നീര് വരുമ്പോൾ പ്രാർത്ഥിക്കും, നടുവിന് വേദന വരുമ്പോൾ പ്രാർത്ഥിക്കും. ജോലി കിട്ടുമ്പോൾ പ്രാർത്ഥിക്കുമോ? കടമെല്ലാം മാറിക്കഴിയുമ്പോൾ പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കും. കുടുംബ പ്രാർത്ഥന, ഒരു പാട്ട് പാടി, ഒരു സങ്കീർത്തനം വായിച്ച് ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയല്ല.
നീ കരഞ്ഞ് ദൈവസന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന, കടം വന്നപ്പോൾ കരഞ്ഞ് മുട്ടുമടക്കി പ്രാർത്ഥിച്ചില്ലേ? ആ പ്രാർത്ഥന ഇപ്പോൾ ഉണ്ടോ? വീടില്ലാതെ വല്ലവരുടെ വീടിനകത്ത് വാടകയ്ക്ക് കഴിഞ്ഞപ്പോൾ നീ മുട്ടുമടക്കി പ്രാർത്ഥിക്കത്തില്ലായിരുന്നോ? ആ പ്രാർത്ഥന ഇപ്പം നിന്റെ സ്വന്തം വീട്ടിൽ കയറിയപ്പോൾ ഉണ്ടോ? പണ്ട് നിന്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടങ്ങളും പ്രയാസങ്ങളും നേരിട്ടപ്പോൾ അവിടെ നീ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് എല്ലാ സൗകര്യങ്ങളും ദൈവം തന്നപ്പോൾ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥന എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത്? അവിടെ ദൈവസന്നിധി നീ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പക്ഷെ ദാനിയേൽ ചില നാളുകൾ പ്രാർത്ഥിക്കേണ്ടി വന്നു. ദൈവം തൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്തു? മറുപടി കൊടുത്തു. ചില വിഷയങ്ങൾ ദീർഘമായി പ്രാർത്ഥിക്കേണ്ടി വന്നാലും മറുപടി ഇല്ലെന്നല്ല അതിനർത്ഥം. ദൈവം ഒരു സമയമാകുമ്പോൾ അതതിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. 2023 ഞാൻ 40 ഡേയ്സ് ഫാസ്റ്റിംഗ് ഇരിക്കുന്നത്, 40 ദിവസം ഉപവസിക്കുന്നത്. അന്ന് പ്രാർത്ഥിച്ച ചില വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിൻ്റെ ചില മറുപടികൾ കഴിഞ്ഞ ഇടയ്ക്കാണ് എനിക്ക് ലഭിച്ചത്, കഴിഞ്ഞ ഇടയ്ക്കാണ് എനിക്ക് കിട്ടിയത്. 2022 പ്രാർത്ഥിച്ച വിഷയത്തിന് 2025 മറുപടി കിട്ടിയെന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ചില വിഷയങ്ങൾ അങ്ങനെ ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിക്കും, പക്ഷെ പെട്ടെന്ന് കാര്യം നടക്കത്തില്ല. പക്ഷെ ദൈവം ചില കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുകയും ചെയ്യും. എന്നാൽ ദൈവസന്നിധി നമ്മൾ എങ്ങനെ ചെയ്യണം? ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ 3 നേരം എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. അതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു 22-ാമത്തെ അധ്യായത്തിൽ 42 വാക്യങ്ങൾ. യേശു ഒരു കല്ലേറ് ദൂരത്ത് മാറി ഇരുന്ന് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് യേശു അല്പം ദൂരം മാറിയിരുന്ന് ആ മുട്ടുമടക്കി മുട്ടയിൽ നിന്നുകൊണ്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി. അപ്പം നോക്കിക്കേ പ്രിയരെ, യേശു പ്രാർത്ഥിച്ചത് മുട്ടയിലിരുന്നാ പ്രാർത്ഥിച്ചേ. ദാനിയേലും മുട്ടയിരുന്ന പ്രാർത്ഥിച്ചേ. ആദ്യകാല വിശ്വാസികൾ മുട്ടയിരുന്ന പ്രാർത്ഥിച്ചേ. അവർക്കെല്ലാം ദൈവം മറുപടി കൊടുത്തു. അങ്ങനെയെങ്കിൽ പുതിയ നിയമവിശ്വാസിയായ നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഈ സന്ദേശങ്ങൾക്ക് നീ ആരുമാകട്ടെ, ഹൈന്ദവ പശ്ചാത്തലത്തിൽപ്പെട്ട വ്യക്തിയാകാം, മുസ്ലിം പശ്ചാത്തലത്തിൽപ്പെട്ട വ്യക്തിയാകാം, ക്രിസ്തു മതത്തിൽപ്പെട്ട വ്യക്തിയാകാം, ഏത് മതത്തിലുമാകട്ടെ, നീ ദൈവസന്നിധി മുട്ടുമടക്കി ദൈവത്തോടൊന്ന് വിളിച്ചേ. കർത്താവ് നിൻ്റെ വിഷയത്തിന് മറുപടി തരും. വിശ്വാസത്തോടെ നീ ഒന്ന് വിളിച്ചു നോക്കിക്കേ. യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് മുട്ടയിൽ നിന്ന് കരഞ്ഞു നോക്കിക്കേ. നിൻ്റെ കണ്ണുനീര് കർത്താവ് തുടയ്ക്കും. നിൻ്റെ വേദന ദൈവം മാറ്റും. നിനക്ക് വേണ്ടതെല്ലാം ദൈവം വഴി തുറക്കും. പ്രശ്നങ്ങൾ പ്രതികൂലമായപ്പോൾ, വേദപുസ്തകത്തിനകത്ത് പ്രതിസന്ധികൾ പൊങ്ങി വന്നപ്പോൾ, ആമേൻ, ദൈവസന്നിധി ഭക്തന്മാർ മുട്ടിലിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു. യേശു ഗെത്സമനയിൽ മുട്ടിലിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു. ആദ്യകാല വിശ്വാസികൾ മുട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു. നമുക്കും മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കാം. മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ചാൽ, ദൈവസന്നിധി മുട്ടുമടക്കിയാൽ, ഒരു മനുഷ്യൻ്റെ മുമ്പിൽ, ഒരു മാനേജ്മെൻറ്റിൻ്റെ മുമ്പിൽ, ഒരു HR-ൻ്റെ മുമ്പിൽ, ഒരു മനുഷ്യൻ്റെ മുമ്പിൽ നിങ്ങൾ മുട്ടുമടക്കാൻ ദൈവം എന്ത് ചെയ്യത്തില്ല? അനുവദിക്കില്ല. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയത് കൊണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പറ്റുമെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇപ്പോൾ തന്നെ മുട്ടലിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കുക. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ദൈവസന്നിധി മുട്ടുമടക്കിയാൽ മനുഷ്യൻ്റെ മുമ്പിൽ ഞങ്ങളെ മുട്ടുമടക്കിക്കില്ല എന്ന പ്രോമിസിനായി സ്തോത്രം. കർത്താവെ, ആദ്യകാല വിശ്വാസികൾ മുട്ടലിരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവെ, പൗലോസ് മുട്ടലിരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവെ, ഇവിടെ ഞങ്ങൾ വായിച്ചു, കർത്താവെ, യേശു കർത്താവ് മുട്ടലിരുന്ന് പ്രാർത്ഥിച്ചു. ദാനിയേൽ പഴയ നിയമത്തിൽ മുട്ടലിരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവെ, അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു എന്ന് ഞങ്ങൾ കാണുന്നു. പിതാവേ, ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾ ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്കായി സ്തോത്രം. ഈ സന്ദേശം കേട്ട് കർത്താവെ, കസേരയിലും കട്ടിലേലും ഒക്കെ ഇരുന്ന് കർത്താവെ, ഈ സന്ദേശം കേട്ടിട്ട് ഇപ്പോൾ ദാ മുട്ടയിലിരുന്ന് കരയുന്ന ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങളെ ആദരിക്കണേ, പുതുവഴികൾ തുറക്കണേ. കർത്താവിൻ്റെ വിഷയത്തിന് ഭംഗിയായി മറുപടി കൊടുക്കണമേ. അവരുടെ കണ്ണുനീര് കർത്താവ് ഒപ്പണമേ. വേദനകളെ കർത്താവ് തുടയ്ക്കണമേ. അവർക്ക് വേണ്ടി പുതിയ വാതിലുകൾ തുറക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ. കർത്താവ്, വിവാഹം നടക്കേണ്ട മക്കളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ ഗീതം ഇവരുടെ മേൽ വെളിപ്പെടട്ടെ. ഉന്നതികൾ ഉണ്ടാകട്ടെ. ചില എക്സാമുകൾ പാസ്സാകട്ടെ. ചില രാജ്യങ്ങളിലേക്ക് ചവിട്ടി കയറട്ടെ. നന്മകൾ കാണട്ടെ. കർത്താവെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും, ആമേൻ കർത്താവേ, ഹല്ലേലൂയ, അധോലോകരുടെയും ഭൂലോകരുടെയും മുഴങ്കാലുകൾ യേശുവിൻ്റെ നാമത്തിൽ മടങ്ങുമെന്ന് ഞങ്ങൾ വായിച്ചല്ലോ. കർത്താവിൻ്റെ മുമ്പിൽ, ഞങ്ങളുടെ വാക്കിൻ്റെ മുമ്പിൽ, അങ്ങയുടെ നാമത്തിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ മുഴങ്കാലുകൾ മടങ്ങി പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന വിഷയം ഏതായാലും മറുപടി തരണമേ കർത്താവേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ
നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഈ ഗ്രേസ് ടി വിയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. അനേക കാര്യങ്ങൾ ഞങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ എന്നും പകർന്നിരിക്കാൻ, കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകാൻ വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുക കേട്ടോ. നാളെ ഇതേ സമയം മറ്റൊരു ദൂതുമായിട്ട് നമുക്ക് കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.